ഇതുപോലെയുള്ള ടോയ്ലറ്റ് കവറുകൾ, അതായത് സോഫ്റ്റ് ടോയ്ലറ്റ് കവറുകൾ, കിഡ്സിൻ്റെയൊക്കെ ബാത്റൂമുകളിൽ കണ്ടുവരുന്ന തരത്തിലുള്ള ഒരു ടോയ്ലറ്റ് കവറാണ്. അതായത് ഇത് വളരെ സോഫ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഇത് ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ ഏറെയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്, ഇത് ഓൾറെഡി ഡാമേജ് ആയതാണ്. കുട്ടികൾ ഒക്കെ ഇതിൻ്റെ പുറത്ത് വന്നിരുന്ന് കഴിയുമ്പോൾ ഇത് കുറേ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഡാമേജ് ആയി പോകാറുണ്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം, കാരണം അത്രയ്ക്ക് സ്ട്രോങ് അല്ല ഈ സംഭവം. അപ്പം ഇങ്ങനെയുള്ള ഒരു ടോയ്ലറ്റിൻ്റെ ഈ കവർ, ഈ പറയപ്പെട്ട ഈ കവർ നമുക്ക് എങ്ങനെ മാറ്റി പുതിയ ഒരെണ്ണം സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുവരെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് എടുക്കും. കാരണം ഇത് വളരെ ചെറിയ സൈസിലുള്ള ഒരു ടോയ്ലറ്റാണ്. ഇതെന്ന് പറയുന്നത് ഇത് 36x43 ആണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്. അപ്പം നമ്മുടെ ഈ സൈസിലുള്ള ഈ ഒരു ടോയ്ലറ്റിൻ്റെ കവർ നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു ഘട്ടമെന്ന് പറയുന്നത്. ഇതിന് അടിയിലേക്ക് പോകണം. അതായത് നമ്മുടെ ഈ ടോയ്ലറ്റിൻ്റെ അടിഭാഗത്ത് നമുക്കിവിടെ ഇങ്ങനെ ഒരു സ്ക്രൂ കാണാവുന്നതാണ്. ഇത് അധികം ആരും ശ്രദ്ധിച്ച് കാണാൻ വഴിയില്ല ഇങ്ങനൊരു സംഭവം ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത്, അതായത് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിങ് വരുന്ന അതിന് തൊട്ട് അടിഭാഗത്തായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്രൂ ഉള്ളതായിട്ട് നമുക്ക് കാണാം. അതിങ്ങനെ ജസ്റ്റ് നമ്മൾ തിരിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലൂസായി വരുന്നതായിരിക്കും. ഇപ്പം ഞാൻ ജസ്റ്റ് ഇടത്തോട്ട് തിരിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അതിങ്ങനെ ലൂസായി വരുന്നുണ്ട്. ഇതിങ്ങനെ നമ്മൾ ഊരിയെടുത്തിരിക്കുകയാണ്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും മറു സൈഡിലും ഇതുപോലെ തന്നെ ഒരു സെയിം സ്ക്രൂ ഉണ്ടായിരിക്കും. അപ്പോൾ അതും നമ്മൾ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഈ പ്ലാസ്റ്റിക് കവറിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു സ്ക്രൂ നമ്മൾ റിമൂവ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, വെള്ളത്തിൽ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒഴുകി പോരും. നമ്മുടെ ഈ ഒരു ടോയ്ലറ്റ് സീറ്റ് ഈ കവറ് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇതിങ്ങനെ ഓപ്പൺ ആകുമ്പം നമ്മുടെ മെയിൻ ഒരു സീറ്റ് കവർ വരുന്നുണ്ട്. നമ്മുടെ സീറ്റ് കവർ അതുപോലെ തന്നെ അതിനുള്ളിലുണ്ടായിരുന്ന കുറച്ച് അതിൻ്റെ നട്ട്സുകളും കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെ ഒരു ചെറിയൊരു പാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇത്രയും സംഭവങ്ങൾ ഇതിനകത്ത് വരുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. ചെയ്യാനായിട്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള രണ്ട് പാർട്സ് നമുക്ക് കാണാവുന്നതാണ്. ഇത് എവിടെയാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു പോർഷനിലാണ് ഇത് കയറി കിടക്കുന്നത്. അതായത് ഇങ്ങനെ കയറി കിടക്കുന്ന ഈ ഒരു ഭാഗത്തും ഈ പറഞ്ഞൊരു ഭാഗത്തും ഇങ്ങനെ കിടക്കുന്ന ഒരു സംഭവമാണ്. ഇതിനുള്ളിലായിട്ടാണ് നമ്മൾ ഈ സ്ക്രൂ ഫിറ്റ് ചെയ്യേണ്ടത്. ഇതിനുള്ളിലായിട്ട് ഇതിനുള്ളിൽ കൂടി നമ്മൾ ഈ സ്ക്രൂ, അതായത് നമുക്കിപ്പം കാണാവുന്നതാണ്, ഇതിങ്ങനെ ടൈറ്റായിട്ട് കിടക്കും അതിനുള്ളിൽ. അപ്പം ഇതൊരു ചാനൽ പോലെ അതിനകത്ത് നിൽക്കും. അപ്പം നമുക്കിതിൻ്റെ ആ ഒരു ഹോളിൻ്റെ ആ ഒരു ഗ്യാപ്പ് അനുസരിച്ച് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ പിടിച്ചിട്ടു. ഇപ്പോൾ ഈ രണ്ട് ഭാഗത്തെ സ്ക്രൂകൾ ഞാൻ ഈ ചാനലിലേക്ക് കയറ്റിയിട്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ രണ്ട് വാഷറുകൾ ഇവിടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം
നമ്മൾ ഈ സംഭവം ഇതേ നിലയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തിരിച്ച് നമുക്ക് ഇങ്ങനെ ഇവിടേക്ക് പ്ലേസ് ചെയ്യുന്നു. പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഹോളിൻ്റെ ഗ്യാപ്പ് അനുസരിച്ച്, അതായത് ക്ലോസറ്റിലുള്ള ഹോളിൻ്റെ ഗ്യാപ്പ് അനുസരിച്ച് നമുക്ക് ഈ ഒരു ചാനൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് ഇത്രയും നമുക്കൊരു പ്ലേ ഇവിടെ കിട്ടുന്നതാണ്. രണ്ട് സൈഡിലും പ്ലേ 3/4 ഇഞ്ചോളം പ്ലേ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ഹോളിൻ്റെ ആ ഒരു ഗ്യാപ്പ് അനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ 2 സ്ക്രൂകളും നമ്മൾ ആ ഗ്യാപ്പിലേക്ക് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം താഴെ നിന്നും ആ നട്ട്സ് ഇട്ട് നമ്മളത് ടൈറ്റ് ചെയ്യും. നമ്മളെങ്ങനെയാണോ അവിടെ ഊരി ആ പഴയതെടുത്തത് അതേപോലെ തന്നെ അത് പുതിയ സ്ക്രൂവും നട്ട്സും ഇട്ട് നമ്മൾ ടൈറ്റ് ചെയ്യും. നമ്മളൊരു പരുവത്തിന് ടൈറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം മറ്റേ സൈഡ് കൂടി നമുക്ക് ഫിക്സ് ചെയ്യാം. നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് കറക്റ്റല്ല വരുന്നത്. അപ്പം കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങാനുണ്ട്. അപ്പം ഇതിനെ ഏകദേശം സെൻറ്റർ ചെയ്തുകൊണ്ട്, അതായത് നമുക്കവിടെ ഒരു നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് അവിടെ ആ ചാനലിൽ ഉള്ളതുകൊണ്ട് അതനുസരിച്ച് നമ്മുടെ ക്ലോസറ്റിൻ്റെ സൈസിനനുസരിച്ച് സെൻറ്റർ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ഈ നട്ട്സ് ഇപ്പോൾ ശരിക്കും ടൈറ്റ് ചെയ്യും.